Hello, Namaskaram. I am Merin. Welcome to my channel. In this video, I will a requested video. And all videos are comment on craft materials. So, in this video, I will craft materials video. So, video start the channel. Subscribe, please do subscribe. Subscribe the bell icon. Press the videos notification. So, we video start. So, the colors in the collection. ഇത്രയാണ് എൻ്റെ അക്രൈലിക് കളേഴ്സിന്റെ കളക്ഷൻ കുറെയൊക്കെ തീർന്നു പോയി ഇപ്പോൾ ഇത്രയാണ് ഉള്ളത് ഞാൻ ക്യാമലിന്റെയും യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഫെവിക്രിലിന്റെ കളേഴ്സും യൂസ് ചെയ്യാറുണ്ട് ഇത് ക്യാമലിന്റെ കളേഴ്സ് ആണ് ഇത് ക്യാമലിന്റെ കളേഴ്സ് ഇതുപോലത്തെ സ്ക്വയർ ബോട്ടിലാണ് വരുന്നത് ഇത് പേൾ കളേഴ്സ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറ്റാലിക് കളേഴ്സ് ആണ് ഇതിങ്ങനെ സെറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും 4 എണ്ണം ഗോൾഡൻ സിൽവർ copper, bronze. Next poster colors ആണ് ഇത് 12 കളറിന്റെ സെറ്റ് ആണ് വലിയ 100 ml ബോട്ടിൽസും വാങ്ങിച്ചിട്ടുണ്ട് ഈ 3 കളേഴ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് അധികം യൂസ് വരുന്ന കളേഴ്സിന്റെ ആണ് ഞാൻ വലിയ ബോട്ടിൽ വാങ്ങിച്ചത് പിന്നെ ഇതാണ് എൻ്റെ കളർ പാലറ്റ് കുറച്ച് വലുതാണ് അപ്പോൾ നമുക്ക് എല്ലാ കളേഴ്സും ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ഓയിൽ പേസ്റ്റൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഓയിൽ കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഫാബർ കാസ്റ്റലിന്റെ ഓയിൽ കളേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ പെൻസിൽ കളർ ഇതിന്റെ കുറച്ച് പഴയ പെൻസിൽ കളേഴ്സ് ആണ് ഇത് ഗ്ലാസ്സിലൊക്കെ വരയ്ക്കുന്ന ഗ്ലാസ് ലൈനർ ആണ് പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ പുതിയ ഒരു പെൻസിൽ കളർ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രഷും ഉണ്ട് ഇത് വാട്ടർ കളർ പെൻസിലാണ് പിന്നെ സാധാ സ്കെച്ച് പെൻ പിന്നെ നെക്സ്റ്റ് ഫെവിക്രിലിന്റെ ഗ്ലാസ് കളേഴ്സ് ആണ് അപ്പോൾ ഇത് ഗ്ലാസ് കളേഴ്സ് ആണ് അപ്പോൾ ഞാൻ അധികം അങ്ങനെ ഗ്ലാസ് പെയിന്റിംഗ് ചെയ്തിട്ടില്ല ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പാക്കറ്റ് ആയിരുന്നു വാങ്ങിയത് ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു ലൈനറും കിട്ടും ഫെവിക്രിലിന്റെ ബ്ലാക്ക് കളറാണ് കിട്ടുന്നത് ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എൻ്റെ 3D ലൈനേഴ്സിൻ്റെ കളക്ഷൻ കാണിക്കാം ഇത് ഗോൾഡൻ കളറ് സിൽവർ ബ്ലാക്ക് പിന്നെ അതുപോലെ തന്നെ ഞാൻ 3D നിയോൺ ലൈനേഴ്സും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം നിയോൺ കളേഴ്സാണിത് ഇനി നെക്സ്റ്റ് എൻ്റെ ബ്രഷിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് സ്പോഞ്ച് ബ്രഷ് ആണ് ഇത് 5 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വാങ്ങിച്ചത് ഇത് സ്റ്റെൻസിൽ ബ്രഷ് ലാർജ് മീഡിയം സ്മോൾ ആയിട്ടാണ് കിട്ടുന്നത് സ്റ്റെൻസിലിൻ്റെ അകത്ത് സ്റ്റെൻസിൽ വെച്ചിട്ട് പെയിൻറ് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ബ്രഷാണിത് ഇത് ഫ്ലാറ്റ് ബ്രഷിൻ്റെ സെറ്റായിരുന്നു 6 എണ്ണത്തിൻ്റെ സെറ്റാണ് വളരെ നല്ലൊരു ബ്രഷാണ് കീപ് സ്മൈലിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെയാണിത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ബ്രഷാണിത് പിന്നെ ഇത് കീപ് സ്മൈലിങ്ങിൻ്റെ തന്നെയാണ് റൗണ്ട് ടിപ്പ് ബ്രഷാണ് ഇതെല്ലാം 6 എണ്ണത്തിൻ്റെ സെറ്റാണ് നല്ലൊരു ലുക്കൊക്കെയാണ് ഈ ഒരു ബ്രഷിന് കാണാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രഷസ് ആണ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് ബ്രഷ് പെൻസ് ആണ് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പെയിൻറ് ചെയ്യുന്ന ബ്രഷാണിത് വളരെ നല്ലൊരു ബ്രഷാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഫ്ലോറൽ ഡിസൈൻസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നതിൻ്റെ അകത്ത് മൊത്തവും ബ്രഷ് പെൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്ന ബ്രഷാണിത് ഇതെല്ലാം നല്ലതുപോലെ യൂസ് ചെയ്തതാണ് പിന്നെ ഞാൻ അതുകൂടാതെ പിന്നെയും വാങ്ങിച്ചിരുന്നു ബ്രഷ് പെൻസ് അതാണിത് അപ്പോൾ ഈ ഇത്രയും ബ്രഷിൻ്റെ മെറ്റീരിയൽ ഞാൻ വാങ്ങിയത് സൊഫൈനിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്കത് സെയിം പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന 0 പോയിൻറ്റഡ് ബ്രഷ് നമ്മൾ ബോട്ടിലൊക്കെ കാലിഗ്രഫി ഒക്കെ ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് ബ്രഷാണ് ഇതെല്ലാം പഴയതാണ് കുറേ പഴയതാണ് ഇതെല്ലാം ഇനി ബോട്ടിൽ ആർട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്പ്രേ പെയിൻ്റ് ആണിത് ഗ്രേ കളറാണിത്
പിന്നെ ഡിക്കോപ്പേജ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് കോട്ട് അടിക്കുന്ന വൈറ്റ് കളർ, പിന്നെ മോഡ് പോഡ്ജ്, പിന്നെ ഡിക്കോപ്പേജ് വാർണിഷ്. പിന്നെ ബോട്ടിൽ ആർട്ടിൻ്റെ അകത്ത് ഞാൻ വാർണിഷ് അടിക്കുന്നത് സ്ലീക്കിൻ്റെ വുഡ് വാർണിഷ് വെച്ചിട്ടാണ്. ഈ ഒരു വുഡ് വാർണിഷ് വെച്ചിട്ട് വൈറ്റ് കളർ പെയിൻ്റ് അകത്ത് നമുക്ക് വാർണിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വെച്ച് ചെയ്ത ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരും. അതുകൊണ്ട് നമ്മൾ പിക്ചർ വാർണിഷ് വേണം യൂസ് ചെയ്യാൻ വൈറ്റ് കളറിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ. ഇനാമൽ പെയിൻ്റ് ആണ് ഇത്. ബ്ലാക്ക് കളറിൻ്റെ ഇനാമൽ പെയിൻ്റ് ആണ് ഇത്. ഗോൾഡൻ കളറിലെ ഇനാമൽ പെയിൻ്റ് ആണ്. തീരാറായി. പിന്നെ ഇത് ടെർപ്പൻറ്റൈൻ, നമ്മൾ ബ്രഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇനാമൽ പെയിൻ്റ് ഒക്കെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നതാണിത്. ഇത് വെച്ചിട്ട് ബ്രഷൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ 2 ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഇനാമൽ പെയിൻറ്റും വാർണിഷും ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സാധാ വാട്ടർ കളർ ബ്രഷിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തും നമ്മൾ ഇനാമൽ പെയിൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് കേടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും 1-2 ബ്രഷ് അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുക. പിന്നെ ഇത് ബോട്ടിൽ കോർക്കാണ്. പിന്നെ ഇതിൻ്റെ ഡിക്കോപ്പേജിൻ്റെ കളക്ഷൻസ് ആണ്. ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ഇതിൻ്റെയൊക്കെ. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നതാണിത്. ഇതിൻ്റെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇതും നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇനി നമുക്ക് എൻ്റെ കട്ടിംഗ് ടൂൾസ് എല്ലാം നോക്കാം. അപ്പോൾ ഇത് ചെറിയ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി കുഞ്ഞു കത്രികയും വലിയ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ കത്രികയും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് കട്ടർ, പിന്നെ ഇത് ഡീറ്റെയിലിംഗ് നൈഫ്. ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ ക്ലേ മോഡലിംഗ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണെങ്കിലും, പേപ്പർ കട്ട് ചെയ്യാനാണെങ്കിലോ കാർഡ്ബോർഡ് കട്ട് ചെയ്യാനാണോ നല്ല പ്രിസിഷനിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. ഇത് പേപ്പർ പഞ്ച്, നമുക്കിങ്ങനെ വട്ടത്തിൽ ഹോളാക്കി എടുക്കാൻ പറ്റും. ഇതും പേപ്പർ പഞ്ചാണ്. നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പിലും ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലും നമുക്ക് പേപ്പർ പഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂവിൻ്റെ കളക്ഷൻ നോക്കാം. ആദ്യം തന്നെ ഗ്ലൂ ഗൺ. ഈ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്. നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പർപ്പസിന് ഇത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് ഫെവി ബോണ്ടാണ് ഏറ്റവും ബെസ്റ്റ്. നല്ലതുപോലെ ഒട്ടുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ ഫെവിക്കോൾ, പിന്നെ ഫെവി ഗ്ലൂ, ഫെവി സ്റ്റിക്ക്. അപ്പോൾ ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗം മെറ്റീരിയൽസ്. ഇനി നെക്സ്റ്റിൻ്റെ ടേപ്പിൻ്റെ കളക്ഷനാണ്. ഇത് ട്രാൻസ്പെറൻറ്റ് ടേപ്പ്, പാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതും അതുപോലെ തന്നെ പാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർഡേഴ്സൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നതാണിത്. പിന്നെ ഇത് ഡബിൾ സൈഡഡ് ടേപ്പ്. ഇത് ഫ്ലോറൽ ടേപ്പ്, നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പം യൂസ് ചെയ്യുന്നതാണിത്, ഫ്ലോറൽ ടേപ്പ്. പിന്നെ ഇത് ഗ്ലിറ്റർ ടേപ്പ്, പിന്നെ വാഷി ടേപ്സ്, പിന്നെ കുഞ്ഞു ടേപ്പ്. പിന്നെ ഇത് ടേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം മേടിച്ചതായിരുന്നു. ഇതും പാക്കിങ്ങിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു ഇത്. പിന്നെ ഇത് റെസിൻ്റെ മെറ്റീരിയൽസ് ആണ്. ഇത് റെസിനാണ്. ഞാനിത് ആദ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചതായിരുന്നു. ഇത് അതിൽ യൂസ് ചെയ്യുന്ന ബ്ലൂ പിഗ്മെൻ്റ് ആണ്. പിന്നെ ഇതെല്ലാം മോൾഡാണ്. കോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോൾഡാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് ഫ്ലവറിൻ്റെ മോൾഡാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതായിരുന്നു. അപ്പം ഞാൻ ഇതൊരു ട്രൈ ചെയ്തില്ല. അത് സക്സസ് ആയ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യാവുന്നതാണ്. ഇനി എൻ്റെ ബീഡ്സിൻ്റെ കളക്ഷൻസ് കാണിക്കാം. വുഡൻ ബീഡ്സ് ആണിത്. ക്രീം കളറും ബ്രൗൺ കളറും. ഇതൊക്കെ വാങ്ങിയതാണ്. ഇതൊക്കെ തംബ്നെയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ, ഫ്രെയിം ചെയ്ത് വെക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇതൊക്കെ. ഇത് ഞാൻ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു, പക്ഷെ ഇതുവരെ ചെയ്തില്ല.
വൈറ്റ് ബീഡ്സ്. പിന്നെ ഇത് ഇയറിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. ഓരോരോ ടൈപ്പ് കൊളുത്താണിത്. പിന്നെ ഇതും നമ്മുടെ ഡ്രസ്സിലൊക്കെ വയ്ക്കാനുള്ള ബീഡ്സ് ആണ്. പിന്നെ ഇത് എംബ്ലിഷ്മെൻ്റ് ആണ്. ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്. ഇത് ഒരെണ്ണത്തിൽ തന്നെ 2 എണ്ണം ഉണ്ട്. ഇത് സ്ക്രാപ്പ് ബുക്കിങ്ങിനൊക്കെ നല്ലതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ എൻ്റെ പൊട്ടിയ ബ്രേസ്ലെറ്റ് ആണിത്. പിന്നെ ഇത് എൻ്റെ ഡ്രസ്സിൽ നിന്നൊക്കെ പോയിക്കുന്ന കുറേ ബീഡ്സൊക്കെയാണ്. പിന്നെ ഇത് എൻ്റെ എല്ലാ പഴയ പൊട്ടിയ മാലയും കമ്മലും എല്ലാം ഇട്ട് വെച്ചിരിക്കുന്നൊരു ബോക്സാണ്. പിന്നെ ഇത് ഫോം ഫ്ലവേഴ്സ്. പിന്നെ ഫെറി ലൈറ്റ്സ്. ഇതും എംബലിഷ്മെൻറ്റ്സ് ആണ്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലേ ആണ്, എയർ ഡ്രൈ ക്ലേ. ഫെവിക്രിലിൻ്റെ മോൾഡഡ് ക്ലേയും ഉണ്ട്, ഡെസൻ്റെ എയർ ഡ്രൈ ക്ലേയും ഉണ്ട്. ഇത് ഞാനിപ്പം യൂസ് ചെയ്തിട്ടില്ല പാക്കറ്റ്, കാരണം ഇതുവരെ തീർന്നിട്ടില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ നല്ലതുപോലെ യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റാണിത്. ഇപ്പോൾ 2 പാക്കറ്റേ ഉള്ളൂ ബാക്കി. പിന്നെ തീരുമ്പോഴത്തേക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഡ്രീം ക്യാച്ചർ മെറ്റീരിയൽസ് കാണാം. പിന്നെ ഡ്രീം ക്യാച്ചർ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതായിരുന്നു ഇത് നൈലോൺ ത്രെഡ്. ഇതെല്ലാം അതേ നൈലോൺ ത്രെഡിൻ്റെ തന്നെ കളറിൽ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഡ്രീം ക്യാച്ചറിൻ്റെ റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡ്രീം ക്യാച്ചറിൻ്റെ മെറ്റീരിയൽസ്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ്, ഇതുവരെ ചെയ്തില്ല. അപ്പോൾ ഞാൻ ചെയ്യുമ്പം ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ സൊഫൈനിലെ മെറ്റീരിയൽസ് ആണ് ഡ്രീം ക്യാച്ചറിൻ്റെ. സൊഫൈനിൽ നല്ലൊരു ഡ്രീം ക്യാച്ചർ കളക്ഷൻസ് തന്നെ ഉണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ എടുത്താലും അതേ മാച്ചിങ് ആയിട്ടുള്ള ഫെതേഴ്സും കിട്ടുന്നുണ്ട്, കണ്ടില്ലേ. ഇനി ത്രെഡ്സിൻ്റെ കളക്ഷൻ കാണിക്കാം. ഇതെല്ലാം കളേർഡ് ജൂട്ട് ത്രെഡാണ്. നിങ്ങളത് ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണിത്. ഒരു വിൻറ്റേജിൻ്റെ ഒക്കെ നമ്മളിത് ചെയ്യുമ്പം സ്ക്രാപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യുമ്പം നല്ലൊരു ഫീൽ വരുന്ന കളറാണിതൊക്കെ, കണ്ടില്ലേ. ഇത് 30 റുപ്പീസ് എങ്ങാണ്ടാന്ന് തോന്നുന്നു ഒരെണ്ണത്തിന്, എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മുടെ സാധാ വൂളാണ്. ഇതും ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്കത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെങ്കിൽ വൂളാണ് ഏറ്റവും ബെസ്റ്റ്. 5-7 രൂപയേ ഉള്ളൂ ഇതിന്. അഥവാ നല്ലൊരു ഫിനിഷിങ്ങിലും ഒരു ആസ്തറ്റിക് ഫീലിലും ഒക്കെ കൊണ്ടുവരണമെങ്കിൽ ഇതുപോലത്തെ ജൂട്ട് ത്രെഡാണ് നല്ലത്. ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു ഇതെല്ലാം. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഇത് എംബ്രോയ്ഡറി ത്രെഡാണ്. ഇത് ബോൾ പോലെ ഇരിക്കുന്നതാണ്. പിന്നെ ഇതെൻ്റെ റിബൺ കളക്ഷൻസ് ആണ്. ഇതൊക്കെ വേറെ സൈസിൻ്റെ ആണ്. ഇത് കുറച്ച് വീതിയുള്ള സൈസ്. ഇതൊക്കെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പർ ടേപ്പ് വെച്ച് ഒട്ടിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് എൻ്റെ സ്ക്രാപ്പ് ബുക്കിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പാറ്റേൺ പേപ്പേഴ്സ്. നല്ല കളക്ഷനുള്ളൊരു പേപ്പർ പാറ്റേൺ ആണ്, നല്ലൊരു ഡിസൈനാണ്. ഇത് ഫുള്ള് ഈ ഒരു പാറ്റേണിൻ്റെ സെറ്റാണ്. ഒരു ഇതിൽ 10 എണ്ണമുള്ള ഒരു ഷീറ്റാണ്. പിന്നെ ഫോം ഷീറ്റ്, ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോം ഷീറ്റാണ് രണ്ടും. പിന്നെ പേപ്പർ മാറ്റ്, പിന്നെ സ്ക്രാപ്പ് ബുക്കിങ്ങിൻ്റെ സ്റ്റിക്കേഴ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റിക്കേഴ്സ് കാണാൻ, അതുകൊണ്ട് എനിക്കൊന്നും യൂസ് ചെയ്യാൻ തോന്നാറില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യാതെ വെച്ചേക്കുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സാണ്, കണ്ടില്ലേ, നല്ലൊരു പാറ്റേൺ. ഇത് ഡിക്കോപ്പേജ് സ്റ്റിക്കറാണ്. ഇതിൻ്റെ അകത്ത് ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്കിതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടൊന്നും യൂസ് ചെയ്ത് തീർക്കാൻ തോന്നത്തില്ല. പിന്നെ ഇത് നമ്മുടെ സ്ക്രാപ്പ് ബുക്കിംഗ് സ്റ്റിക്കേഴ്സാണ്. ഇത് ബീഡ്സിൻ്റെ സ്റ്റിക്കറാണ്.
പേപ്പർ മാറ്റ്. ഇതിൽ വെച്ചിട്ട് നമുക്ക് എല്ലാം കട്ടൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കളർ പേപ്പറിൻ്റെ സെറ്റാണ്. ഇതെല്ലാം കുറേയൊക്കെ യൂസ് ചെയ്തതാണ്. പിന്നെ ഷേക്കർ കാർഡ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കുറച്ച് സീക്വൻസ് ആണിത്. പിന്നെ ഇത് ഗ്ലിറ്ററാണ്. ഒന്ന് സിൽവറും ബ്ലൂ കളറിലെയും ഗ്ലിറ്റേഴ്സാണ്. പിന്നെ ഇത് OHP ഷീറ്റാണ്. പിന്നെ ഇത് സ്റ്റെൻസിലാണ്. നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാനാണെങ്കിലോ ഏതെങ്കിലും ക്ലോത്തിൻ്റെ അകത്ത് ഡിസൈനിങ് ചെയ്യാനാണെങ്കിലും നമുക്ക് സ്റ്റെൻസിൽ യൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ ഇത് ആർട്ട് ഫോയിലാണ്. നമ്മൾ ഫോയിൽ വെച്ചുള്ള ആർട്സൊക്കെ ചെയ്യുന്ന ഇത് വെച്ചിട്ടാണ്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സ്കെയില് റോളർ സ്കെയില്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പെൻസ്, സിൽവർ ഗ്ലിറ്റർ പെൻ, പിന്നെ ഇത് ഗോൾഡൻ ഗ്ലിറ്റർ പെൻ. ഇത് വൈറ്റ് ജെൽ പെന്നാണ്. മസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണിത്. പക്ഷേ കോസ്റ്റ് 55 സംതിങ് അങ്ങനെ കണ്ടാണ്. പക്ഷെ വെർത്താണ് കേട്ടോ. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതൊക്കെ ജെൽ പെൻ, റെഡ് ജെൽ പെന്നും ബ്ലൂ ജെൽ പെന്നും. പിന്നെ ഇത് ആർട്ട് ലൈനേഴ്സാണ്. ഇത് 0.4ൻ്റെ ലൈനറാണ്. ഇത് 0.1ൻ്റെ ലൈനറാണ്. ഇതും നല്ല രസമാണ് കേട്ടോ ചെയ്യാനൊക്കെ, മെൻ്റൽ ആർട്ടൊക്കെ ചെയ്യാൻ. ഇതെല്ലാം ബ്ലാക്ക് ജെൽ പെന്നാണ്. പിന്നെ ഇതെല്ലാം CD മാർക്കേഴ്സാണ്. പല പല കളറിലെ ബ്ലാക്ക്, ഗ്രീന്, റെഡ്, ബ്ലൂ എല്ലാം ഉണ്ട്. പിന്നെ ഇത് കറക്ഷൻ പെന്നാണ്. നമ്മളത് എഴുതുമ്പം മാർക്ക് വെച്ച് എഴുതുമ്പോൾ അത് തെറ്റ് വരുവാണെങ്കിൽ കറക്ഷൻ ചെയ്യാനുള്ള പേനയാണിത്. കണ്ടില്ലേ? പിന്നെ ഇത് കുറച്ചുകൂടെ തിക്നെസ് ഉള്ള മാർക്കറാണ്. പിന്നെ ഇത് കറക്ഷൻ പെൻ, ഇത് സ്കെച്ച് പെൻ. പിന്നെ ഇത് ചാർക്കോൾ പെൻസിൽ. ഇതൊന്നും ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിൽ സ്കെച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഇതുപോലത്തെ എപ്സറ, ഇതിൻ്റെ കുറേ ഉണ്ടായിരുന്നു. 2B 3B എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. പിന്നെ ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ കുറേ ബൾക്കായിട്ടൊന്നും മെറ്റീരിയൽസ് വാങ്ങരുത്. വീഡിയോസൊക്കെ കാണുവാണെങ്കിലും നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ആദ്യം കുറച്ച് വാങ്ങുക. എന്നിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, അതിനോട് ഇൻട്രസ്റ്റ് കൂടുതൽ തോന്നുവാണെങ്കിൽ പിന്നെ എമൗണ്ട് കൂട്ടി വാങ്ങുക. അല്ലാതെ ആദ്യമേ ബൾക്കായിട്ട് കുറേ വാങ്ങിച്ചിട്ട് പിന്നെ യൂസ് ചെയ്യാതെ കളയേണ്ട അവസ്ഥ വരരുത്. ഞാനും കുറേ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളാണ്. എന്നിട്ട് പോലും എൻ്റെ കുറേ ഐറ്റംസ് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തതുണ്ട്. എന്നാലും എന്നേലുമൊക്കെ ഞാൻ യൂസ് ചെയ്യും. കുറേ ആഗ്രഹിച്ച് കുറേ സാധനങ്ങൾ വാങ്ങിക്കുക. എന്നിട്ട് കുറേ നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ പിന്നെ അവസാനം എടുത്ത് കളയാതെ ഏതെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സോ നിങ്ങളുടെ കയ്യിൽ കുട്ടികളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുക. അതവർക്ക് വലിയൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. കാരണം ഞാനിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം. വീഡിയോ തീർന്നില്ല കേട്ടോ. ഇനി ഞാനിതിൻ്റെ ബിഹൈൻഡ് ദ സീൻ കാണിക്കാം. എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഇരിക്കുന്നതെന്ന്. നമ്മൾ ഈ ക്രാഫ്റ്റ് മെറ്റീരിയൽ വീഡിയോസ് ഞാൻ ഇത്രയും കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടോ ഇത്രയും ലേറ്റ് ആയതിൻ്റെ കാരണം എന്ന് പറയുന്നത് എല്ലാ മെറ്റീരിയൽസിലും ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ വീഡിയോ എടുക്കുക. പിന്നെ ആകെ കുളമാവും, വീട് മൊത്തം വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന്. അപ്പോൾ കണ്ടില്ലേ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ചെയ്തുകൊണ്ട് അതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടാണ് പെട്ടെന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഈ ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളത് കാണാൻ മറക്കരുത്.